വേൽ വെട്രിവേൽ, ജ്ഞാനം ജയിക്കട്ടെ, അറിവ് നേടുക എന്നുള്ളതാണ്. തിരുപ്പരംകുன்றത്തിൽ നീ തിരുത്താൽ മുരുക, തിരുത്തണി മലമേലെ എതിരൊലിക്കും, തിരുച്ചെന്തൂരിലെ വേലായിടും ഉൻ തിരുപ്പുകൾ പാടിയേ കടലാടും. എത്ര മനോഹരമായ മുരുകസ്തുതിയാണ്. പഴനിയിലെ ഇറക്കും കന്തപ്പഴം നീ, പാർവതിയിലെ കൊടുക്കും അൻപുപഴം നീ, പഴമുതിർച്ചോലയിൽ മുതിർന്ന പഴം, ഭക്തിപാസപോട് വരുവോർക്ക് ജ്ഞാനപ്പഴം. വേൽ വെട്രിവേൽ. ചെന്നൈയിലും കന്ത കോട്ടമുണ്ട്, ഉൻ ശിങ്കാര മയിലാട തോട്ടമുണ്ട്, ഉനക്കാന മനക്കോയിൽ കൊഞ്ചമില്ലൈ, അൻകു ഉരുവാകും അൻപുമൊക്കോ പഞ്ചമില്ലൈ. ഇത് പിന്നെ തിരുപ്പരംകുன்றത്തിൽ എന്നുള്ള പാട്ട് വരികൾ വീണ്ടും വീണ്ടും പാടും. ബാബറി മസ്ജിദിന് മുമ്പ് തന്നെ, ഏകദേശം അതിനും വർഷങ്ങൾക്ക് മുമ്പ്, 2000-2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ മധുരയുടെ തെക്കു പടിഞ്ഞാറ് 8 കിലോമീറ്റർ മാറുമ്പോൾ തിരുപ്പരംകുன்றம் എന്ന് പറഞ്ഞ മുരുകന്റെ അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് മുരുകന്റെ ദേവസേന എന്ന ഭാര്യയുടെ വാസസ്ഥലം, വിവാഹസ്ഥലം, അവർ തമ്മിലുള്ള വിവാഹസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വലിയൊരു കേസ് നടക്കുകയാണ്. തമിഴ്നാട്ടിൽ വലിയ രീതിയിലാണ് ഇത് സംഘർഷത്തിലേക്ക് പോയിരിക്കുന്നത്. എന്താണ് തിരുപ്പരംകുன்றത്തിന്റെ യഥാർത്ഥ പ്രശ്നം? ഞാൻ പറഞ്ഞു, ബാബറി മസ്ജിദിന് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു ക്ഷേത്രമാണത്. ഒരു പാറ ക്ഷേത്രമാണ്. പാറയെ കട്ട് ചെയ്ത്, ക്ഷേത്രത്തിന്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത്, അതിന് സ്ഥലം മാത്രം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാറയിൽ വന്നിരിക്കുന്ന ക്ഷേത്രമാണ്. ഏകദേശം ഒരു 1772 ഏക്കർ സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. 1311 ഗിൽജി അലാവുദ്ദീൻ ഗിൽജി എന്ന് പറയും, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്, ഡൽഹി ഭരിക്കുന്ന കാലം. അപ്പോൾ അവരെല്ലാം സുൽത്താൻമാരാണ്. ഭരിക്കുന്ന സ്ഥലം സൾട്ടാനേറ്റ് എന്നും പറയും, സുൽത്താനേറ്റ്. ആ ഡൽഹി ഭരിച്ചിരുന്ന 1311 ഡൽഹി ഭരിച്ചിരുന്ന ഖിൽജി അലാവുദ്ദീൻ്റെ അല്ലെങ്കിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകനായിരുന്നു മാലിക് മുഫർ. അദ്ദേഹത്തിന്റെ സേനാനായകനായിരുന്നു. അവർ മധുര രാജ്യത്തെ പിടിച്ചടക്കി. മധുര ചേര ചോള പാണ്ഡ്യന്മാരുടെയൊക്കെ രാജ്യമായിരുന്നു. അത് പിടിച്ചടക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഈ മാലിക് മുഫറിന്റെ മരണശേഷമോ അല്ലെങ്കിൽ അദ്ദേഹം മാറിയപ്പോഴോ ജലാലുദ്ദീൻ അഹസിക് ഖാൻ ഭരണത്തിൽ വന്നു. അപ്പോൾ ഡൽഹി ക്ഷയിച്ചു. ഡൽഹിയിൽ വലിയ പണമൊന്നുമില്ലാത്ത സ്ഥിതി വന്നു. അപ്പോൾ ജലാലുദ്ദീൻ അസഫ് ഖാൻ മധുരയെ ഒരു സ്വതന്ത്ര സുൽത്താനേറ്റായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. ഒരു മലബാർ സുൽത്താനേറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനെ കൊണ്ടു നടന്നു. പക്ഷെ 1378 ആകുമ്പോൾ അലാവുദ്ദീൻ സിക്കന്ദർ ഷാ അധികാരമേൽക്കുന്നു. 1378 ആകുമ്പോൾ വിജയനഗരം കുമാര കമ്പറ ഉദയനാർ ഈ രാജാവ് വീണ്ടും ഈ സിക്കന്ദറിനെ കൊന്ന് മധുര വീണ്ടെടുക്കും. ഇതാണ് കഥ. ഇതിനകത്ത് ഈ തിരുപ്പരംകുன்றത്തിന്റെ ക്ഷേത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ വീണ്ടെടുക്കുന്ന ക്ഷേത്രത്തിന്റെ കഥ വീണ്ടും വന്നപ്പോൾ വിജയനഗരം വീണ്ടും ക്ഷയിച്ചു. 1920 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ, നല്ല രസകരമാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളെ ചരിത്രം പഠിച്ചാൽ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുന്നു. ആ സമയത്താണ് ഈ സിക്കന്ദർ ഷാ മരിച്ചുപോയ സിക്കന്ദർ ഷായെ അടക്കിയത് ഈ പിന്നെ തിരുപ്പരംകുன்றம் മലയുടെ ഒരു ഭാഗത്താണ്. അവിടെ സിക്കന്ദർ ദർഗ അല്ലെങ്കിൽ സിക്കന്ദർ ഔര്യ എന്നാണ് ആ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മുരുകൻ ക്ഷേത്രത്തിന്റെ കുറച്ച് മാറിയിട്ടാണ് ഇത് വച്ചിട്ടുള്ളത്. അവിടെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഖബറിൽ പോയി ആരും പ്രാർത്ഥിക്കാറില്ല, പള്ളിയിലാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇത് ഖബറിൽ സ്ഥലമൊക്കെ ആയതുകൊണ്ട്, സ്ഥലം കിട്ടുമെന്നുള്ള ഒരു കാര്യമുള്ളതുകൊണ്ട് അതും പ്രാർത്ഥനാ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സൂഫി നിയമത്തിലൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അവിടെ നടന്നു. അവിടെ നാച്ചിയാർ ക്ഷേത്രമുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ചെറിയ രൂപമുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രം കാശിയിലാണ്, പക്ഷെ അതിന്റെ പ്രതിരൂപമായിട്ടുള്ള കാശി വിശ്വനാഥ ക്ഷേത്രം, നെല്ലിത്തോ ഒക്കെ ഉണ്ട് അവിടെ. ഇതിലൊരു നെല്ലിത്തോപ്പുണ്ട് അവിടെ. അതിൽ മുസ്ലിങ്ങളെ കുഴിച്ചിട്ടതായിട്ടുള്ള, ശവം അടക്കിയിട്ടുള്ളതായിട്ടുള്ള, മുസ്ലിങ്ങളുടെ മൃതദേഹം അടക്കിയതായിട്ടുള്ള കഥയുമുണ്ട്. 1915 ആകുമ്പോൾ ഇത് ഒരു കേസും ഇതിനകത്ത് വന്നു. ആ കേസിൽ ശരിക്കും പറഞ്ഞാൽ ഈ സിക്കന്ദർ ദർഗയും നെല്ലിത്തോപ്പും മുസ്ലിങ്ങൾക്ക് കൊടുത്തു. കാരണം അത് രണ്ടും സിക്കന്ദർ പിന്നെ ഷായുടെ മൃതദേഹം അടക്കിയിരിക്കുന്ന ഖബറുണ്ട്, പിന്നെ ഈ നെല്ലിത്തോപ്പിലും മുസ്ലിങ്ങളുടെ ഖബറുകളുണ്ട്. അത് അവർക്ക് കൊടുത്തു. ബാക്കി മലയെ തിരുപ്പരംകുன்றம் അരുൾമികവി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനായിട്ട് കൊടുത്തു, ഈ 1772 ഏക്കറിൽ. എന്നാൽ 1950 വീണ്ടും കേസ് വന്നു ഇതിനെ സംബന്ധിച്ച്. പക്ഷെ 58 ഹിന്ദുക്കൾ ജയിച്ചു. അവിടെയും ഈ സിക്കന്ദർ ദർഗയും
നെല്ലിത്തോപ്പും മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുത്തുകൊണ്ട് ബാക്കി സ്ഥലം സമ്പൂർണ്ണമായി ഹിന്ദുക്കൾക്കുള്ളതാണ്, മുരുകനുള്ളതാണെന്ന് വെച്ചു. എന്നാൽ ഈ സിക്കന്ദർ തോപ്പ് ദർഗയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പടികളുണ്ട്. ഈ പടി കയറി വേണം പോയി. ഈ പടിയെ സംബന്ധിച്ച് തർക്കം വന്നു. അവസാനം അത് കോടതി പറഞ്ഞു 2 കൂട്ടരും ഉപയോഗിച്ചാണ് കഴിഞ്ഞു. ഓക്കെ, പ്രശ്നം തീർന്നു. എന്നാൽ ഈ ദർഗയുടെ അടുത്തൊരു 50 മീറ്റർ മാറി ഒരു ദീപത്തൂണുണ്ട്. ഒരു ദീപസ്തംഭം എന്ന് പറയുന്ന ദീപത്തൂണുണ്ട്. അതാണ് അടുത്ത കഥ. ഈ അവിടെ ഇടയ്ക്ക് ഇറച്ചി വെട്ടുണ്ടായിരുന്നു. അപ്പൊ ഇറച്ചി വെട്ട് ആളുകൾ ബഹളം ഉണ്ടാക്കി, ഹിന്ദുക്കൾ ബഹളം ഉണ്ടാക്കി. ഇറച്ചി വെട്ട് കോടതി തടഞ്ഞു. അവസാനം മദ്രാസ് ഹൈക്കോടതിയിൽ വരെയൊക്കെ പോയിട്ട് അത് ഇറച്ചി വെട്ട് അവിടെ പറ്റിയില്ല. പിന്നെ സിക്കന്ദർ മല, ഈ സിക്കന്ദർ സ്കന്ദപുരാണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, സ്കന്ദ ഷഷ്ടി എന്നൊക്കെ. അപ്പൊ സ്കന്ദ എന്ന വാക്ക് സിക്കന്ദർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയെങ്കിലും കോടതി അതങ്ങ് അംഗീകരിച്ചില്ല. 2 ജഡ്ജിമാരുണ്ട്. ഒരു ജഡ്ജി ഈ ഇറച്ചിവെട്ടിന് അനുകൂലമായി, ഒരാൾ എതിരായി. മൂന്നാമതൊരു ജഡ്ജിയെ കൂടി കേൾക്കേണ്ടി വന്നു. മൂന്നാമത്തെ ജഡ്ജി എതിരായി. ഇറച്ചിവെട്ട് അങ്ങനെ അവിടെ ഒഴിവായി. അപ്പോഴും ഈ സ്കന്ദപുരാണത്തിലെ സ്കന്ദർ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത് കൊണ്ടുള്ള തർക്കം ഇപ്പോൾ തുടരുകയാണ്, അപ്പോഴും തുടരുകയാണ്. എന്നാൽ കന്യാകുമാരിയിൽ ഇതുപോലൊരു തർക്കമുണ്ടായി. കന്യാകുമാരിയാണ് കന്യാകുമാരി എന്നൊക്കെ പറഞ്ഞ് തർക്കമുണ്ടായി. അതൊന്നും നടന്നില്ല. പക്ഷെ അവിടെ ഒരു കുരിശൊക്കെ കൊണ്ടുവച്ചു. അവസാനം ഇവിടെ ഒരു പള്ളിക്ക് സ്ഥലം കൊടുത്തു, അത് മാറ്റി. എന്തായാലും ഇവിടെ ഈ ദീപത്തൂണിൽ കാർത്തിക എന്ന് പറയുന്ന മുരുകന്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാർത്തികയ്ക്ക് വിളക്ക് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബഹളമുണ്ടാക്കി. അദ്ദേഹം എവിടെ പോയി? വഴക്കല്ല, അദ്ദേഹം ഒരു ചെറിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന രീതിയിലായി. തമിഴ്നാടിലെ നമ്മുടെ ദേവസ്വം ബോർഡുള്ള തമിഴ്നാട്ടിലെ ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് ചാരിറ്റബിൾ ഡിപ്പാർട്ട്മെന്റിന് കത്ത് കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും അവിടെ വിളക്ക് കൊളുത്താൻ പറ്റത്തില്ല. കാരണം 4% 8% ആളുകളെ അവിടെ ഉള്ളൂ, മുസ്ലിങ്ങളെ ഉള്ളൂ. ബാക്കി 96% ഹിന്ദുക്കളാണ്. സംസ്ഥാനം എടുത്താൽ പോലും 7% ഉള്ളൂ. പക്ഷെ എന്നും ഡൽഹിക്കും ബ്രാഹ്മണത്വത്തിനും ഹിന്ദുത്വത്തിനും എതിരാണ് ദ്രാവിഡർ. അതിന്റെ ഒരു രാഷ്ട്രീയം സ്റ്റാലിൻ നന്നായി പ്രയോഗിക്കുന്ന ആളാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ കൂടെ കയറ്റി വെച്ചൊരു മതന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരായിട്ടൊക്കെ നിന്നാൽ സ്വഭാവമായിട്ട് ഹിന്ദുത്വത്തെ അടിക്കാം, മോഡിയെ അടിക്കാം, വേറൊരു തലത്തിലേക്കൊക്കെ ഉള്ള ഒരു പൊളിറ്റിക്കൽ മൈലേജ് കൂടെ നോക്കിക്കൊണ്ടാണ് ഈ ഹിന്ദു റിലീജിയൻസ് ചാരിറ്റബിൾ എൻഡോമെന്റ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. അവിടെ പറ്റില്ല എന്ന്. അതിന് അവസാനം അത് വലിയ കേസായി. ഹൈക്കോടതി പോയി. അവസാനം ഹൈക്കോടതി ഇതെല്ലാം രേഖകളൊക്കെ പരിശോധിച്ചു. 1915 മുതലുള്ള എല്ലാ രേഖയും പരിശോധിച്ചിട്ട് വിളക്ക് കൊളുത്താൻ അനുവാദം കൊടുത്തു കോടതി. അങ്ങനെ 10 പേർ വിളക്ക് കൊളുത്താൻ, BJPയുടെ നേതാവായിട്ടുള്ള നായനാർ നാഗേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വിളക്ക് കൊളുത്താൻ പോയി. അത് നോക്കിക്കൊണ്ട് CSFന്റെ ഒരു സപ്പോർട്ടും കൊടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. അങ്ങനെ CSFകാരുടെ സപ്പോർട്ടോട് കൂടി വിളക്ക് കൊളുത്താൻ പോയി. ഈ കൊളുത്താൻ പോയ സമയത്താണ് നമ്മുടെ സ്റ്റാലിൻ അവിടെ 144 പ്രഖ്യാപിച്ചു. ആളുകളെ അറസ്റ്റ് ചെയ്തു. വലിയ വിഷയമായി. ഇത് കോടതി വീണ്ടും അറിഞ്ഞു. കോടതി പോലീസ് സൂപ്രണ്ടിനെ വിളിച്ചു. വലിയ വിമർശനമായി. പിറ്റേ ദിവസം വീണ്ടും കൊളുത്താൻ പറഞ്ഞു. അവിടെ അത് കൊളുത്താൻ പറ്റാത്ത രീതിയിലേക്ക് ഡൽഹിയിൽ കേസിന് പോയിരിക്കുകയാണ്. നമ്മുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഉത്തരവ് സ്റ്റാലിൻ നടപ്പിലാക്കൂല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയി. ഇനി സുപ്രീം കോടതി ചെന്നപ്പോഴാണ് ഈ സാങ്കേതികമായ ട്വിസ്റ്റ്, അതായത് ഒരു സുപ്രീം കോടതിയിൽ ട്വിസ്റ്റ് നടന്നു. ഈ റിട്ട് പെറ്റീഷൻ പറ്റില്ല എന്നും സൂട്ട് വേണമെന്നും പറഞ്ഞ് മുസ്ലിങ്ങൾ കോടതിയിൽ പോയി. അത് പക്ഷേ കോടതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിന് കോടതിക്ക് ഒരു അനുകൂലമായി വന്ന കാര്യം, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ മുരുകൻ അനുകൂലമായ ഒരു കാര്യം, ഈ മുസ്ലിങ്ങൾ തന്നെ 2 പ്രാവശ്യം എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ വിളക്ക് കൊളുത്താൻ സംബന്ധിച്ച് ഒപ്പിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മുസ്ലിങ്ങൾക്ക് തിരിച്ചടിയുമായി. മുസ്ലിങ്ങൾക്ക് അവിടെ വലിയ പ്രശ്നമില്ല. അതേസമയം യഥാർത്ഥ പ്രശ്നം സ്റ്റാലിനും അവിടുത്തെ ഹിന്ദു ഡിപ്പാർട്ട്മെന്റിനുമാണ് എന്നുള്ളതാണ്. ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കേണ്ട തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റിനുമാണ് ഈ പ്രശ്നം എന്നുള്ളതിനെ ജസ്റ്റിസ് സ്വാമിനാഥൻ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തകർത്തു. അത് ചോദിക്കുകയും ചെയ്തു. ഇനി ഒരു കാര്യം കൂടിയേ ഉള്ളൂ. ഈ അർജന്റായിട്ട് ഇതെടുക്കണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് സൂര്യകാന്തിനോട് പറഞ്ഞു. തമിഴ്നാട്ടുകാർ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു അർജൻസി ഇല്ല, പതുക്കെ കേസ് എടുക്കാം എന്ന് പറഞ്ഞ് ഡിസ്പ്യൂട്ടിൽ നിൽക്കുകയാണ് ആ കേസ്. ഇനി ഒരു 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ആരാണ് മുരുകൻ എന്നുള്ളത് നമുക്ക് വേഗത്തിൽ ഓടിച്ചു നോക്കിക്കൊണ്ട് പോകാം. സൂരപത്മൻ എന്ന അസുരൻ ബഹളമുണ്ടാക്കി എല്ലാ ആളുകളെയും കൊല്ലുകയും, അസുരൻ ഒരു തപസ്സിരുന്ന് പരമശിവന്റെ അടുത്ത് തപസ്സിരുന്ന് ഒരു വരം നേടിയിട്ടുണ്ട്. പരമശിവന്റെ മകനല്ലാതെ വേറെ ആർക്കും അദ്ദേഹത്തെ കൊല്ലാൻ പറ്റില്ല എന്ന് വരം നേടിയതിനു ശേഷം വലിയ രീതിയിലാണ് ഈ സുരപത്മൻ വലിയ രീതിയിലാണ് ആളുകളെയെല്ലാം കൊല്ലാൻ പോകുന്ന അസുര രാജാവ്. അത് വലിയ പ്രശ്നമായി. ആളുകളെ ദേവന്മാരെല്ലാം കൂടി ശിവന്റെ അടുത്ത് വരുന്നു. ശിവൻ പരാതി കേട്ടതിന് ശേഷം തന്റെ അഗ്നി സ്ഫുലിംഗം എടുത്തെറിഞ്ഞു. അത് അതാണ് ശരവണ ഹോട്ടലൊക്കെ വന്നത്. ശരവണ തടാകത്തിൽ പോയി പതിച്ചു. അവിടെ നിന്ന് കാർത്തികേയൻ എന്ന മുരുകനുണ്ടായി. 6 മുഖമുള്ള ഒരു മുരുകനാണ് ഉണ്ടായത്. 6 ജ്ഞാനങ്ങൾ എന്നുള്ള അർത്ഥം, ഇതെല്ലാം ആത്മീയമായി ചിന്തിക്കുമ്പോൾ ജ്ഞാനം എന്നുള്ള അർത്ഥത്താണ്. പാർവതി അതിനെ ഒറ്റ ജ്ഞാനമാക്കി മുരുകനാക്കി.
ആ മുരുകനാണ് അടുത്ത യുദ്ധം നടത്തി നേരത്തെ പറഞ്ഞ സുരപതനെ ആ യുദ്ധം ചെയ്തപ്പോൾ അതിനെ ഒരു മരത്തിൽ കയറി ഒളിച്ചു അദ്ദേഹം, ഈ അസുരൻ. അതിനെ മരത്തെ രണ്ടാക്കി, ഒരു ഇതൾ ഭാഗം മയിലാക്കി, മറ്റത് പതാക, കോഴി എന്നുള്ള അർത്ഥത്തിൽ പതാക എന്നാക്കി മാറ്റി. അങ്ങനെ ധൈര്യം, ജാഗ്രത, അഹങ്കാരത്തെ നിയന്ത്രിക്കുന്ന മയിൽ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ മാറ്റി അത് കൂടെ നിർത്തി, മുരുകന്റെ കൂടെ നിർത്തി. ഇതിനകത്താണ് അതടുത്താണ് ഈ കഥ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ കഥയുടെ ഭാഗമായിട്ട് കൂടിയാണ് മുരുകനെ ആരാധിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുരുകന്റെ വിവാഹം നടന്ന സ്ഥലമെന്നാണ് ഈ സ്ഥലം അറിയുന്നത്. 6 പടൈ എന്നുള്ള മുരുകന്റെ 6 ക്ഷേത്രങ്ങളുള്ളത്. തിരുപ്പറംകുன்றമാണ് അത് ഉള്ളത്. 1, 2 തിരുച്ചെന്തൂർ, 3 പഴനി, അവിടെ ബാലമുരുകനാണ്. സ്വാമിമല, പിന്നെ അതുപോലെ തന്നെ മുരുകൻ ശിവൻ ഓം പറഞ്ഞു കൊടുത്തൊരു സ്ഥലമാണ്. തിരുത്തണി, പഴമുദ്രച്ചോലൈ വനക്ഷേത്രമാണ്. ഇങ്ങനെ 6 ക്ഷേത്രങ്ങളും ഉണ്ടായി. എന്തായാലും തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. ഇതിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ മുരുക സ്തോത്രമൊക്കെ ചൊല്ലിക്കൊണ്ട് വലിയ സമ്മേളനവും ബഹളവും നടന്നു. എന്തായാലും വീണ്ടും ഒരു ക്ഷേത്രം, തമിഴ്നാട്ടിലെ ക്ഷേത്രം സുപ്രീം കോടതിയിൽ നിൽക്കുന്നു. ഹിന്ദുക്കൾക്ക് അനുകൂലമായി, മുരുകൻ അനുകൂലമായി വിധി വരാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. എന്തായാലും അവിടുത്തെ മുസ്ലിങ്ങൾക്കും ആ പ്രശ്നമില്ല. ബാബറി മസ്ജിദ് പോലെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക്, ബാബറി മസ്ജിദുള്ള അയോധ്യയിലെ മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ രാജ്യത്തുള്ള ആളുകൾക്കെല്ലാം വലിയ പ്രശ്നമായിരുന്നു. അതുപോലെ മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കി. അതുപോലെ തിരുപ്പറംകുன்றത്തിലെ ആളുകൾക്ക് വലിയ പ്രശ്നമില്ല, അവരെ മുസ്ലിങ്ങൾ എഴുതി കൊടുത്തിട്ട് 2 പ്രാവശ്യം. പക്ഷേ സ്റ്റാലിനും പ്രശ്നമാണ്. നമുക്ക് ബാക്കി എല്ലാവർക്കും ആ കൊടുമുടിയുടെ മുകളിൽ മുരുകന്റെ ക്ഷേത്രത്തിനടുത്ത് തൃക്കാർത്തിക വിളക്ക് കൊളുത്തിയാൽ ഇന്ത്യൻ മതേതരത്വം ഇങ്ങനെ താഴോട്ട് വന്നു പോകുമെന്നാണ് നമ്മളുടെ കരക്കമ്പി.